ഫണ്ട് തട്ടിപ്പിൽ പിടിയിലായ അനന്തകൃഷ്ണന് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയ മുതിർന്ന നേതാവിനെതിരെ ബിജെപിയിൽ കടുത്ത വിമർശനം. അനന്തകൃഷ്ണന്റെ പരിപാടികളിൽ ബിജെപി നേതാവ് എൻ രാധാകൃഷ്ണൻ സ്ഥിരം ഉദ്ഘാടകൻ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, ഇന്നലെയും ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നിരുന്നു. എൻ രാധാകൃഷ്ണൻ ഈ അനന്തവിന്റെ പരിപാടികളിൽ മിക്കതിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന കാര്യം. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? അരുണ്യ, ഈ CSR ഫണ്ട് തട്ടിപ്പ് ചില്ലറ കളിയല്ല, അത് വലിയ കളിയാണ് എന്നുള്ളത് സംസ്ഥാന പോലീസിന് മനസ്സിലായിരിക്കുകയാണ്. ഇതുവരെ സംസ്ഥാനത്താകമാനം ലഭിച്ചിരിക്കുന്നത് 5000 പരാതികളാണ്. അതായത് 5000 മനുഷ്യർ പരാതിയുമായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. തങ്ങളുടെ പണം പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അതും ഈ രാഷ്ട്രീയ നേതാക്കളെ മുൻനിർത്തിയായിരുന്നു ഈ അനന്തകൃഷ്ണൻ ഈ പണം തട്ടിച്ചത്. ഏറെക്കുറെ 1000 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു പ്രാഥമിക വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. നിലവിൽ പ്രതിയുടെ പക്കൽ 3 കോടി രൂപ മാത്രമേ ഉള്ളൂ. ശേഷിക്കുന്ന പണമെല്ലാം വിദേശത്തേക്ക് കടത്തി എന്നുള്ളൊരു വിലയിരുത്തലും അന്വേഷണ സംഘത്തിനുണ്ട്. മറ്റൊന്ന്, BJPയിൽ വലിയ കലഹം ഇതേ തുടർന്ന് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എറണാകുളം ജില്ലയിൽ ആകമാനം വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു ഈ CSR ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്. കാരണം CSR ഫണ്ട് തട്ടിപ്പിൻ്റെ മുഖ്യപ്രതിയായിട്ടുള്ള അനന്തകൃഷ്ണൻ ഒരു ഘട്ടത്തിൽ ഇത് പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നീക്കം BJP നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളൊരു ആക്ഷേപമാണ്. ജില്ലാ കമ്മിറ്റിയുമായി ഇതിനെ കൂട്ടിക്കെട്ടാൻ ചില നേതാക്കൾ ശ്രമം നടത്തി. അത് അന്നത്തെ നിലവിലെ എറണാകുളം ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ഷൈജു അതിന് വലിയ എതിർപ്പാണ് പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ പദ്ധതിയായി ഇതിനെ കൂട്ടിക്കെട്ടാൻ പറ്റാതിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ താൽക്കാലികമായി BJP രക്ഷപ്പെട്ടു എന്ന് പറയേണ്ടി വരും. എന്നാലും BJPയുടെ മുതിർന്ന നേതാവ് എൻ രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഇയാളുടെ ഈ അനന്തകൃഷ്ണന്റെ പരിപാടിയിലെ മുഖ്യ സംഘാടകനായിരുന്നു. അതുകൊണ്ട് തന്നെ ഉദ്ഘാടകനായി പല പരിപാടികളിലും എറണാകുളം ജില്ലയിൽ എത്തിയിട്ടുണ്ട്. ആ സമയത്തെല്ലാം നിരവധി BJP പ്രവർത്തകരും ഇതിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ അതേ ചൊല്ലി വലിയ തർക്കം ജില്ലയിൽ ആകമാനം ഉടലെടുത്തിരിക്കുകയാണ്. മാത്രമല്ല, ഈ അനന്തകൃഷ്ണൻ പ്രധാനമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയത് എറണാകുളം ജില്ലയിലെ തന്നെ ഏതാനും ചില മുതിർന്ന നേതാക്കളാണ് എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. BJPയിൽ ജില്ലയിൽ ആകമാനം വലിയ കലഹത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ജില്ലാ പ്രസിഡന്റ് ധീരമായ ഒരു നിലപാട് സ്വീകരിച്ചതുകൊണ്ട് മാത്രമായിരുന്നു അനന്തകൃഷ്ണൻ്റെ ഈ പരിപാടി BJPയുടെ ഔദ്യോഗിക പരിപാടിയാകാതിരുന്നത്. ആ ഘട്ടങ്ങളിൽ പല സ്ഥലങ്ങളിൽ സ്കൂട്ടർ വിതരണം നടത്തിയപ്പോൾ BJPയുടെ കൊടികളെല്ലാം വെച്ചുകൊണ്ട് BJP പരിപാടിയാണെന്ന് തോന്നിക്കുന്ന തരത്തിൽ പലയിടങ്ങളിലും പരിപാടി നടത്തിയിരുന്നു. അന്ന് ഇതിന് BJPയുടെ ജില്ലാ പ്രസിഡന്റ് എതിർക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് മാത്രമാണ് ഇതിനെ ഔദ്യോഗിക പരിപാടിയാകാതിരുന്നത്. പക്ഷേ എൻ രാധാകൃഷ്ണനെ പോലെയുള്ള BJP നേതാക്കൾ ഇതിൽ മുഖ്യ ഉദ്ഘാടകനായി അല്ലെങ്കിൽ പ്രധാന സംഘാടകനായി പലയിടങ്ങളിലും എത്തിയിരുന്നു. ജില്ലയിൽ മാത്രം 10ഓളം സ്ഥലങ്ങളിൽ ഉദ്ഘാടകനായി എൻ രാധാകൃഷ്ണൻ എത്തിയിട്ടുണ്ട്. ഇത് CSR ഫണ്ട് പകുതി പണം നൽകിക്കൊണ്ട് സ്കൂട്ടർ, ഒപ്പം തന്നെ ലാപ്ടോപ്പ്, TV തുടങ്ങിയ സാധനങ്ങളെല്ലാം ആളുകളിലേക്ക് എത്തിക്കുമെന്നുള്ളൊരു വാഗ്ദാനമായിരുന്നു അനന്തകൃഷ്ണൻ നൽകിയിരുന്നത്. ഇതിൽ മുതിർന്ന നേതാക്കളെ ഉപയോഗപ്പെടുത്തി എന്നുള്ളൊരു ആക്ഷേപം BJPയിൽ തന്നെ ഉണ്ട്. ഏതായാലും BJPയിലെ ചില നേതാക്കൾ ഇടപെട്ട് കേസ് ഒതുക്കി തീർക്കാനുള്ള ഒരു നീക്കവും ആരംഭിച്ചിട്ടുണ്ട്. അരുണ്യ, തീർച്ചയായും CSR ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. BJP നേതാവ് എൻ രാധാകൃഷ്ണന് ഈ തട്ടിപ്പ് കേസിലെ പ്രതി അനന്തുവിന്റെ പരിപാടികളിൽ സ്ഥിരം ഉദ്ഘാടകനാണ്. അതുപോലെ അനന്തുവിന് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയ മുതിർന്ന നേതാവിനെതിരെയും BJPയിൽ വിമർശനം ഉയരുകയാണ്. സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്.